അങ്ങനെ ഞാനും കണ്ണമ്മോനും കൂടി ഇവിടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു കുഞ്ഞാവുണ്ട്, അതിനൊരു ഉടുപ്പെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഉടുപ്പെടുക്കാനായിട്ട് ഒരു കടയിൽ പോവാം. കട അഞ്ചൽ. ഫോട്ടോ ഈ ഒരു സൈസ് ഒക്കെ നോക്കി തടിയുണ്ടോ ഇല്ലെന്ന് അറിയില്ല. കുഞ്ഞുങ്ങളുടെ ഉടുപ്പിൻ്റെ കുറേ സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. ഓരോ ഉടുപ്പെടുക്കുമ്പോഴും ഇത് ഭംഗിയായി നോക്കി. ഇത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഈ ബ്ലാക്കിനോട് ഇഷ്ടമായതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാം സെറ്റാക്കി. പക്ഷെ അന്നേരം ഞാൻ വേറൊരു ഉടുപ്പുണ്ട്, ഇത് കൊണ്ട് അടിപൊളിയല്ലേ. അങ്ങനെ ഞങ്ങൾ ഇത് ഫൈനലാക്കി എന്നിട്ട് ആ ഉടുപ്പ് മേടിച്ചു കേട്ടോ. പിന്നെ കുഞ്ഞായിക്ക് ഞങ്ങളൊരു നിക്കറും ഷർട്ടും മേടിച്ചായിരുന്നു, നല്ലൊരു ഭംഗിയുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് സ്ലീവ്. അപ്പം ഞങ്ങൾ കുഞ്ഞായിക്ക് ഉടുപ്പ് മേടിച്ചിട്ട് ഞങ്ങളുടെ കുഞ്ഞായിക്ക് ഒരു ഉടുപ്പൊക്കെ മേടിച്ചിട്ട് പോവാൻ. അങ്ങനെ ഞങ്ങൾ പാറുവിൻ്റെയൊക്കെ വല്യമ്മയുടെ വീട്ടിലെത്തി. ചേച്ചി അതെന്നാടി പൊന്നായി, അതെന്നാ അതെന്നാടിയത്? കുഞ്ഞെന്തി കുഞ്ഞിനൊക്കെ കൊണ്ടുപോയിക്കുന്ന സെലിബ്രേഷൻ അവിടെ പഞ്ചായത്തിൽ അവള് തുന്നലിനെ പോണ്ട്. അപ്പൊ രണ്ടാൾക്കും ഒരുപോലത്തെ ഉടുപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻ പോയിക്കവര് അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ കൂടാം, എല്ലതും ചെയ്യാം. അത് കഴിച്ചാലോ അതെല്ലേ, കടൽ വരെ പോകായിരുന്നു. വര. അങ്ങനെ പാറുവിന്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഞങ്ങള് അങ്ങോട്ട് നോക്കിയില്ല, ഞങ്ങൾ വേണ്ട പോകണം. ഇനി ഇവിടെ കയറിയുന്നുണ്ട്, രണ്ടെണ്ണം ഉറങ്ങാൻ വേണ്ട പോയിരിക്കുന്നു. അതെ, ആവശ്യം ഇപ്പൊ ഇങ്ങനെ ഇരിക്കും, വെച്ച് കഴിവാ ഇങ്ങനെ ഇറക്കും. അതെ, കാറ് ഒരുങ്ങുക, ഡ്രസ്സൊക്കെ മാറി, കമ്മലൊക്കെ മാറി, പാല് കൊടുക്കാൻ തയ്യാറായി. അതെ, ചേച്ചി വണ്ടി ഓടിക്കാറില്ലല്ലോ, ഡ്രൈവറാണെന്നൊക്കെ ഒരു പഴി പറയുന്നുള്ളൂ, അല്ലാതെ എന്താണ് ഭംഗി. എനിക്കിഷ്ടം ഇങ്ങനെ മേഘമൊക്കെ ഇങ്ങനെ വിഷയണ്ടോ, ഓരോ പഞ്ഞിക്കെട്ടുകൾ ഓരോ തോടുത്തിരിക്കുന്ന പോലെ. അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിർത്തി. അപ്പം അവിടെ ചട്ടിച്ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും ചട്ടിച്ചോറ് മേടിച്ചു, സജീവണ്ണൻ ചോറ് മേടിച്ചു, കണ്ണമ്മൻ ബിരിയാണി മേടിച്ചു, വാവച്ചി പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചു. പൊന്നാഴ്ച ബിരിയാണി മതിയെന്ന് പറഞ്ഞു, അപ്പം അത് മേടിച്ചു. അപ്പോൾ പക്ഷേ ഭയങ്കര ഹെവി ഫുഡായിപ്പോയി. ഞങ്ങൾക്ക് ഒരു വിധത്തിൽ ഞങ്ങൾ കഴിച്ചിറക്കിയത്. അങ്ങനെയാണ് ഓർത്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട്. പക്ഷേ പ്രതീക്ഷിച്ച ഞങ്ങൾ കണ്ടപ്പം അത് ഭീകരമെന്ന് പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ, പക്ഷെ മൊത്തം കഴിക്കത്തില്ലല്ലോ. ഊണൊക്കെ കഴിഞ്ഞ ഒരു ഐസ്ക്രീമൊക്കെ പിള്ളേർ മേടിച്ചിരുന്നു. അവർ രണ്ടുപേരും അവിടെ ഏതാണ്ടൊക്കെ അവർക്ക് ഐസ്ക്രീം വേണ്ട. അതുകൊണ്ട് പൊന്നായി അവൾ ഊരി കളഞ്ഞു. പൊന്നായി എവിടെയാ സ്ഥലം? ചാലക്കുടി. അയ്യോ,
പാടി അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഒരു വിശ്രമം ഞാൻ അതെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട വിശ്രമിക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. ശല്യമൊന്നുമില്ല. കാലൊക്കെ ഭയങ്കര വേദന. അപ്പോൾ കാലൊക്കെ നിന്നിരിക്കാനായിട്ട് ഞാൻ ഇനി ഒരു ഉറക്കം. കുഞ്ഞാപ്പികളൊക്കെ വേണ്ടേ കുഞ്ഞാപ്പികളെല്ലാം അമ്മച്ചി സുഖം സ്വസ്ഥം. ഇങ്ങോട്ട് നോക്കണേ എല്ലാവരും. നോക്കണേ പിള്ളാരികളെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കടി കുഞ്ഞുങ്ങളെ. തിരിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ ഇവിടുന്ന് പോയിട്ട് ചിന്നുവിൻ്റെ വീട്ടിൽ കയറിയിട്ട് വീട്ടും. അതുവരെ ഞാനൊന്നും മയങ്ങും. അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റതായതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ എല്ലാവരും പല രീതിയിൽ പല പോസിൽ സജീവനൊഴിച്ച് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. സജീവനുണ്ട് ഇടയ്ക്കൊക്കെ പറയും ഒരു ഡ്രൈവർ ഉള്ളപ്പോൾ ഡ്രൈവറിൻ്റെ കൂടെ എല്ലാവരും കൂട്ടിയിരിക്കുക ചെയ്യേണ്ടതെന്നൊക്കെ പറയും. പക്ഷേ നല്ല ക്ഷീണമായിരുന്നു. അപ്പം ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ കരിങ്കുന്ന് എത്താറായി എന്ന് പറഞ്ഞു. നല്ല ഭംഗിയാണ് ചിന്നുവിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ. നല്ല ഹൈ റേഞ്ച് മേഖല പോലെ അടിപൊളി നല്ല മഞ്ഞൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിന്നുവിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. മാർക്കോ വരുന്നു. മാർക്കോ വരുവാണ്. മാർക്കോ വരുന്നു. അങ്ങനെ കലിപ്പിടുന്നേ. കൊച്ചെന്തി അന്ന് പച്ചമ്മ കണ്ടില്ലോ. ഇന്ന് എല്ലായിടത്തുനിന്നും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫുഡായിരുന്നു. പാറുൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും ചപ്പാത്തി ചിക്കൻ ഇടിയപ്പമൊക്കെ വന്ന വഴിക്ക് ഞങ്ങൾ കടയിൽ കയറി ഭക്ഷണം കഴിച്ചു. ചിന്നുവിൻ്റെയൊക്കെ വീട്ടിൽ വന്നപ്പോൾ രാവിലെ കാപ്പി അച്ചപ്പം ബിസ്ക്കറ്റ് എല്ലാം കൂടി കൂട്ടി. അത് കഴിഞ്ഞ് വെച്ച് കപ്പ ചോറ് ചിക്കൻ ബീഫ് പോർക്ക് എന്ന് വേണ്ട ഭയങ്കര ഹെവി ഫുഡായിരുന്നു ഞങ്ങൾ ഇന്നത്തെ. അങ്ങനെ എല്ലാവർക്കും വയറൊക്കെ കണ്ടമാനം നിറഞ്ഞു പോയി. ഇതൊക്കെ എന്നുണ്ടായി അല്ലേ? നിക്കറൊക്കെ എന്നുണ്ടായി അല്ലേ? അതാരാ പൊന്നെ? അതാരടി പൊന്നുണ്ണി? അടി പൊന്നുണ്ണി ആരടി? അമ്മച്ചി. ഇതാണ് അമ്മച്ചി. എല്ലാരും അമ്മച്ചി. ഇതാരാ അമ്മച്ചി? ഇതാരാ? ഇതാരാ? അമ്മച്ചിയോ? അമ്പച്ചിയമ്മ. അമ്പച്ചിയമ്മയോ? ഒരു കാറ്റും കുഞ്ഞാണല്ലോ. ഇതിനൊരു കാറ്റും കുഞ്ഞ് വിനോദേട്ടൻ വീഡിയൊക്കെ പിടിച്ചോണ്ടിരിക്കുക. ചിന്നുവിന്റെ വല്യമ്മയൊക്കെ ഇത് അടി കുഞ്ഞായി അവൾ എന്നാ ഉണ്ടാക്കുവാ? അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇത്രയും നേരമായി ഞങ്ങൾ ഇറങ്ങുവാണേ. അപ്പം ഞങ്ങൾ ചിന്നുവിൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് വേണ്ട നമ്മുടെ ബിന്ദുസിനെ കണ്ടു, ആൻസൂട്ടിനെ കണ്ടു. ക്രിസ്മസ് ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? നമ്മുടെ സെലിബ്രിറ്റിയെ കണ്ടോ തൊടുപുഴ വെച്ച്. ഞങ്ങൾ വണ്ടിയെ വന്ന് ഇറങ്ങിയപ്പോൾ ഡോറയിലൊരു മുട്ട് ഗ്ലാസ്സിൽ. അപ്പം നോക്കുമ്പോൾ ബിന്ദു കേട്ടോ നല്ല സ്നേഹം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, എന്നാലും ഒരുപാട് സ്നേഹമായിരുന്നു. ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ കരുതല്ലേ പിന്നെ കൊച്ചച്ചയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞങ്ങളിവിടെ വന്നതല്ലേ? ഇതേ കൊച്ചച്ചയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് വന്നതാണ്. ക്രിസ്മസ് ആയിട്ട് ഭയങ്കര ഇതാട്ടോ, അടിപൊളി അടിപൊളി വാ കണ്ടപ്പോ അടിപൊളി. എങ്ങനെ പറഞ്ഞേ പറയുന്നേ? എങ്ങനെ പറയുന്നേ? അടിപൊളി എന്ന് പറഞ്ഞേ. അടിന്ന്
അടിപൊളി എന്ന് പറഞ്ഞു രണ്ടെണ്ണം മേടിച്ചു അടിപൊളി എന്ന് പറഞ്ഞു നമുക്ക് വീട്ടിലുണ്ടല്ലോ ഇത് തൊടുപുഴ ഗ്ലിറ്റ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ മിക്ക ദിവസം ഞാനിവിടെ വരുന്ന ഗിഫ്റ്റ് മേടിക്കാൻ ഇവിടെ വരാറുള്ളൂ. ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് സാധനങ്ങളൊക്കെ എടുത്തു തരുന്നതും എടുക്കുന്നതൊക്കെ പേര് പറഞ്ഞ് ശ്യാമളയാണ്. ഞങ്ങൾ പരിചയമുള്ള കേട്ടോ, നേരത്തെ തൊട്ട് ഞാൻ പേരിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് കൊടിയത്തൂർ വെച്ചൊക്കെ നല്ല പരിചയമുള്ളത് അല്ലേ. ഇത് കണ്ടോ ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഐറ്റംസ് തന്നെ ഒരുപാട് ഉണ്ടോ. എൻ്റെ കുഞ്ഞായിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാധനം കുഞ്ഞായി കളിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. കുഞ്ഞായിക്ക് അടി ഒറ്റയടി ഓടിക്കവനിട്ട് ഉണ്ടോ. അയ്യോ കുഞ്ഞായി ഉണ്ടോ വില്ലനായി പോയി കുഞ്ഞ. ആടി ആടി അടി. അങ്ങനെ രണ്ടുപേർക്കും ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്തു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ വേണ്ട തൊടുപുഴ വന്നു. അച്ചാച്ചയും മോനും മോളും കൂടി വേണ്ട പടക്കം മേടിക്കാനായിട്ട് വന്നു. കൊച്ചുമോനും വേണ്ട 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 വേണ്ട. ഇന്ന് ടീച്ചറിന്റെ ഒക്കെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. സജീവണ ടീച്ചറിന്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ ചേനാ. സജീവണ്ണ ഞാൻ വിളിച്ച കേൾക്കത്തില്ല. സജീവണ്ണ ടീച്ചറിന്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. അതല്ലേ ഏറ്റവും കുറച്ചായിട്ടേ കുറച്ചിട്ടിട്ട് നമ്മൾ അവൻ്റെ $20 കത്തിച്ച് പിള്ളേർക്ക് കൈ പിടിക്കാം. ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നെ എന്തായാലും എടുത്തല്ലേ ഒരെണ്ണ കൊച്ചിന് അങ്ങനെ ചെയ്യല്ല. വേണ്ട 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 വേണ്ട. അതെ പാവം കിട്ടും കേട്ടോ. സജീവൻ എന്തേ പറഞ്ഞു വെച്ചു. ന്യൂ ഇയറിന് വരുമ്പോ ഉണ്ടല്ലോ ഇവര് നമ്മളെ കണ്ട പുള്ളി ഒരു വന്ന വേറെ കാര്യം പറഞ്ഞു. അതാ ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് നഷ്ടം വരണ്ടാട്ടൊന്നും പറഞ്ഞു. ഞങ്ങൾ എല്ലായിടത്തും പോയിട്ട് വേണ്ട വന്ന് കയറി എല്ലാവരൊക്കെ കുളിക്കാനും എടുക്കാനും ഒക്കെ പോകാനായിട്ടൊക്കെ തുടങ്ങണം. ഞാൻ തന്നെ വന്നു. എൻ്റെ കുഞ്ഞായി ദേണ്ട കളിച്ചോണ്ട് നടക്കണോ. എടാ കുറ്റിയില്ലടാ കുഞ്ഞായി നോക്കുന്നതാ. ആ ദേ കുഞ്ഞായി ദേണ്ട കളിച്ചോണ്ട് നടക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ വേണ്ട പടക്കം പൊട്ടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സജീവൻ കമ്പിത്തിരിയല്ലേ സജീവന കമ്പിത്തിരിയൊക്കെ കത്തിക്കാമെന്ന് ഓർത്തോണ്ട് വേണ്ട. എടാ അടയ്ക്കല്ലേടാ എടാ അടയ്ക്കല്ലെന്ന്. കമ്പിത്തിരി കത്തിച്ച കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളിത് ടീച്ചറിൻ്റെ ഒക്കെ അവിടെ വരെ കയറി വന്നത്. ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ അവിടെ ഇവിടെ ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കരോളുകാർ വരുമായിരുന്നേ. പക്ഷേ ഞങ്ങൾ അന്നേരം സമയത്ത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ എത്തിയത് വിളിച്ച് വെച്ചപ്പോൾ അവർ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു. ലൈറ്റൊക്കെ കാണിച്ചു കേട്ടോ. ഇതേണ്ടാണ് ഇവിടുത്തെ അലങ്കാരങ്ങൾ. ഇതാണ് ടീച്ചറിൻ്റെ വീട്ടിലെ അലങ്കാരങ്ങൾ. ഉണ്ട് ലൈറ്റൊക്കെ ഉണ്ട്. ലിസിയുടെ ദാദ്യ ടീച്ചറെ കരവിരുതുകളൊക്കെ ആരുടെയാ? ടീച്ചറിൻ്റെ ആണോ? ഐഡിയ എല്ലാം
ലിസിയാണോ? ലിസിയുടെ കലാവിരുതാണോ ഇത്? അതോ ടീച്ചറിൻ്റെ ആണോ ലിസി? ടീച്ചറിൻ്റെ ആണ് കേട്ടോ. ആയിരിക്കും ടീച്ചറിൻ്റെ ഐഡിയ ഒക്കെ അങ്ങനെ. ഏത് ഈ ഇതുണ്ടാക്കിയിരിക്കുന്ന? ആ കൊള്ളാമല്ലോ ലിസി, അടിപൊളി അടിപൊളി. ആ ആ ആ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ അതിൽ ആ ഒരു ലൈറ്റും കൂടി ഇടുവായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ സ്റ്റാറിന് ഒരു ലൈറ്റും കൂടി ഇടുവായിരുന്നില്ലേ? ആ വെള്ള. പക്ഷെ ഞങ്ങൾ കരോളുകാർ വരുന്നതിന് മുന്നേ വരണമെന്ന് ഓർത്തായിരുന്നു കേട്ടോ. അടിപൊളി കേട്ടോ. കണ്ടോ ഇവിടെ ടീച്ചറിൻ്റെ ഒക്കെ പുൽക്കോടിനൊക്കെ മുന്നിൽ ഇതേ എൻ്റെ കെട്ടിയോനും എന്നെ മുന്നായി ഇങ്ങോട്ട് ചോദിക്കേ. ആ കണ്ടോ വേണ്ട പാവച്ചി ടീച്ചറിൻ്റെ അടുത്തായിരുന്നു. അതിൻ്റെ ടീച്ചറെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ക്രിസ്തുമസിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ എന്നെ ഉള്ളത് എല്ലാവർക്കും. അപ്പം ടീച്ചറിൻ്റെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞ ടീച്ചർ എന്നാ കൊടുക്കും? ഞാൻ എന്താ പറയാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ആശയം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെസ്സേജല്ല, ഇതൊരു ജാതിയുടെ അല്ല, ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ഒരു ദിവസത്തെ സന്തോഷമല്ല, സമാധാനമല്ല. നീ എന്നെന്നും നിലനിൽക്കേണ്ട ഈ ആനന്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് ക്രിസ്മസ്. ഓക്കെ അടിപൊളി നല്ലൊരു മെസ്സേജ്. അങ്ങനെ ഞങ്ങൾ ടീച്ചറിൻ്റെ അവിടെ വന്ന് വീണ്ടും കപ്പയൊക്കെ കഴിച്ചു. പിന്നെ ടീച്ചർ എല്ലാവർക്കും കേക്ക് തന്നു. കേക്കും ഒക്കെ ഞങ്ങൾ കഴിച്ചു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കരോൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വന്നപ്പോൾ താമസിച്ച് പോയി, അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. കുഞ്ഞായിയെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ വർഷം കരോൾ കണ്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീട്ടിൽ പോയി മേടിച്ചുകൊണ്ടുവന്ന കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിക്കട്ടെ കേട്ടോ.